ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പാചക വിസ്മയത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു നാടൻ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സദ്യകളിൽ വിളമ്പാറുള്ള ഓലനാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണെങ്കിലും നമ്മുടെ വീടുകളിൽ ഇത് അത്ര സർവ്വസാധാരണമല്ല. അതേപോലെ തന്നെ നല്ല മൈൽഡ് ആയിട്ടുള്ള ടേസ്റ്റ് ആണെങ്കിലും രുചികരമായിട്ടുള്ളത് തന്നെയാണ്. വളരെ പെട്ടെന്ന് തന്നെ അപ്പോൾ നമ്മുടെ ഓലൻ ഒന്ന് റെഡിയാക്കിയാലോ. നമ്മുടെ ഓലന് പ്രധാനമായിട്ടും വേണ്ടുന്നതാണ് കുമ്പളങ്ങ അല്ലെങ്കിൽ ആഷ്കാട് എന്നറിയപ്പെടും. പല പേരിലല്ലേ ഇത് അറിയപ്പെടുന്നത്. അപ്പം ഇതിൻ്റെ പകുതിയാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം അധികം കനവില്ലാതെ കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയാണ്. അപ്പോൾ എരിവിനനുസരിച്ച് 3-4 പച്ചമുളക് എടുക്കുക. പിന്നെ ചേർക്കാൻ എടുത്ത് വെച്ചിരിക്കുന്നത് വൻപയറാണ്. വൻപയർ ഞാൻ ഒരു ചെറിയ കപ്പ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങയുടെ 2-ാം പാലും 1-ാം പാലും ഇത്രയും മതി. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. ആദ്യം നമുക്കിനി ഈ കുമ്പളങ്ങ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഈ കുമ്പളങ്ങയും ഈ പച്ചമുളകും കറിവേപ്പിലയും ഒന്നിച്ചിട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ 2-ാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പം തേങ്ങയുടെ നമ്മുടെ ഈ ഒരു തേങ്ങ 2 തേങ്ങ എന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. അപ്പോൾ എന്താ, തേങ്ങയുടെ വലുപ്പത്തിനനുസരിച്ചൊക്കെ ആയിരിക്കും പാല് കിട്ടുന്നത്. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ തേങ്ങാപ്പാൽ എടുക്കുക. ഞാൻ ഈ ഒരു കപ്പിന് അത്രയുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് വേവാനായിട്ട് അടച്ചു വെച്ചിരുന്നു. ഇപ്പം ഏകദേശം അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. പെട്ടെന്നാണല്ലോ നമ്മുടെ കുമ്പളങ്ങ വെന്ത് കിട്ടുന്നത്. ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് വൻപയറാണ്. ഞാനത് ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്നതാണ്, ഉപ്പും ചേർത്ത്. ഈ വൻപയറിന് പകരം ചിലർ ഇതിനകത്ത് അച്ചിങ്ങാപ്പയർ ചേർക്കും. അങ്ങനെ വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ വൻപയർ ചേർത്ത് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതെല്ലാം ജസ്റ്റ് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് മതിയേ ഒന്ന് അടച്ചു വെക്കാം. അപ്പോഴത്തേന് ഇതിനകത്ത് ബാക്കി ആ ജലാംശം കൂടെ വറ്റും. ഇപ്പം ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ആ പരുവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയുടെ 1-ാം പാലാണ്. അപ്പോൾ ഈ ഒരു ചെറിയ ഗ്ലാസ്സിന് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരം വേണമെങ്കിൽ ഇൻസ്റ്റൻറ്റ് പൊടി ചേർത്തിട്ടുള്ള തേങ്ങാപ്പാലും ചേർക്കാവുന്നതാണ്. പക്ഷേ ടേസ്റ്റ് ഫ്രഷ് തേങ്ങ വെച്ചിട്ട് ചേർക്കുന്നത് തന്നെയാണ്. അവസാനം നമ്മൾ ചേർക്കേണ്ടത് വെളിച്ചെണ്ണയാണ്. അപ്പം തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം 1-ാം പാൽ ചേർത്തതിന് ശേഷം നമ്മളത് ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ നമുക്ക് അതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. അതായത് നമുക്ക് ആ ഫ്ലേവർ എല്ലാം അതിലേക്കൊന്ന് പിടിച്ചു കിട്ടണം. ഇത്രയേ ഉള്ളൂ. എന്തെളുപ്പമാണ് നമ്മുടെ ഓലനില്ലേ. വളരെ നല്ല ടേസ്റ്റി തന്നെയാണ്. ഇങ്ങനെ റെഡിയാക്കി എടുക്കുമ്പം മൈൽഡായിട്ടുള്ള ടേസ്റ്റാണ്. ഇപ്പം നമ്മുടെ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനം തന്നെയാണ് നമ്മുടെ ഓലൻ. അധികം സ്പൈസസ് ഒന്നുമില്ല. ആ പച്ചമുളകിൻ്റെ മാത്രം ചെറിയൊരു എരിവാണ്. അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമാണ്. നിങ്ങൾക്കപ്പോൾ എൻ്റെ ഈ ഓലൻ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് കമൻറ്റിൽ കൂടെ അറിയിക്കുക. Thank you for watching my channel.